ഹലോ ഗായ്സ്, ഇന്ന് നമ്മള് അപ്പിടിച്ചിട്ട് മുന്നോട്ട് പോകും. അപ്പിട്ടിന്റെ വെട്ടം അടിച്ചിട്ട് കാണുന്നില്ല. നമ്മളിന്ന് എന്നാ കളി കളിക്കാൻ പോകുന്നത്? കളിപ്പൈസ വെച്ചിട്ട് നമ്മളിന്ന് കച്ചവടക്കാരനും സാധനം മേടിക്കാൻ വരുന്ന ആൾക്കാരുമായിട്ട് കളിക്കാൻ പോവാണ് ഗൈസ്. അപ്പം കടക്കാരൻ്റെ അടുത്തായിരുന്നു പൈസ മുഴുവൻ ഉണ്ടായിരുന്നത്. കാരണം കടക്കാരനാണ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. കടക്കാരനാണ് മറ്റേ പൈസ വിനിമയം ചെയ്യാൻ പഠിക്കേണ്ടത്. അപ്പം നമുക്ക് പൈസ എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം അപ്പൂസാണേ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമ്മൾ കളി ആരംഭിക്കാൻ പോവാ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ദാണ്ട ഇവിടെ ഇഷ്ടംപോലെ സാധനം നിരത്തി വെച്ചേക്കുന്നു. കച്ചവടക്കാരൻ വെറും കച്ചവടക്കാരനല്ല, ഇഷ്ടം പോലെ സാധനമുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാവേ. അമ്മേ, അയ്യോ, അത് ഫോണിന്ന് മറിഞ്ഞു പോയതാണ് ഗൈസ്. ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ്ടേ, ഇത് മുഴുവൻ കച്ചവടക്കാരൻ്റെ, അത് തടയണേ. ഇത് മുഴുവൻ കച്ചവടക്കാരൻ്റെ കയ്യിലുള്ള സാധനം. കച്ചവടക്കാരൻ കച്ചവടത്തിൽ ഇരിക്കുകയാണ്. കച്ചവടക്കാരനൊന്ന് കച്ചവടത്തിന് ആൾക്കാർ വരാൻ വേണ്ടി ഒന്ന് വിളിച്ചേ. ആൾക്കാരെ വിളിച്ചു വരുത്തിക്കും. ഇതെല്ലാം കച്ചവടത്തിനുള്ള സാധനങ്ങളാണ് ഗൈസ്. പലതരം സാധനമുണ്ട്. ഇതോ ബോക്സുകളുണ്ട്, ഇതാ പൊട്ടിക്കാത്ത ലിബാമുണ്ട്, ക്ലിപ്പുകൾ പലതരമുണ്ട്. വേണോ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. സ്റ്റാപ്ലെയർ, ലൈറ്റർ, കണ്ണാടി, ചീപ്പ്, എന്തിന് ബേക്കറി വരെ ഉണ്ട് ഗൈസ്. ഇതാ ബിസ്ക്കറ്റ്, നല്ല വിലയുടെ സാധനങ്ങളുണ്ട് ഗൈസ്. എയർപോർട്സ് ഉണ്ട്. പിന്നെ ഇതിന് എന്താ പറയുന്നത്, സ്പീക്കറുണ്ട്, ക്ലിപ്പുകൾ, ഇറുക്കികൾ, ബോക്സുകൾ. കടക്കാരൻ ആവേശത്തോടെ വിളിക്കാൻ തുടങ്ങി ഗൈസ്. ഞങ്ങൾ കച്ചവടക്കാരനും ഞങ്ങൾ മേടിക്കാൻ വരുന്ന ആൾക്കാരുമാണേ. ഓക്കെ, അപ്പം നമുക്ക് കളി ആരംഭിക്കാമല്ലേ അപ്പുട്ടാ? ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോട്ടെ. ഞങ്ങൾ കളിക്കാൻ പോവാണ്. ഇനി എന്ത് ഇവിടെ സംഭവിക്കും, എന്ത് സംഭവിച്ചാലും അത് യാദൃശ്ചികം മാത്രം. ഒന്നും ഒറിജിനൽ അല്ല കേട്ടോ. അത് ഇത്രേ ടൈറ്റ് ആവുള്ളൂ മോനെ. ഇപ്പൊ ഇത് സെറ്റ് അല്ലേ? കുഞ്ഞിനെ കാണാൻ പോലെ വന്ന് നിന്നാ കാണാം, ഇല്ലേ കാണൂല കേട്ടോ. അവിടെ ഭയങ്കരമായിട്ട് വെട്ടം അടിക്കുന്നുണ്ട് ഗൈസ്. കച്ചവടക്കാരനെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഇവിടെ മുന്നോട്ട് കയറ്റി വെക്കാന്ന് വിചാരിച്ചാ അമ്മേ പത്താഴ്പോ. ഇപ്പൊ പല സാധനം കാണില്ല. ഇതെന്തോന്ന് കച്ചവടം? നേരെ കുഞ്ഞു മറിക്ക. ലൈറ്റ് ഓൺ ആക്കാം. ലൈറ്റ് ഓൺ ആവില്ല, മാറി ഗൈസ്. ഇപ്പൊ കാണാവോ? താഴെ പോവോ? ഒറ്റ മിനിറ്റ്. സെറ്റല്ലേ? സെറ്റിമ. ഇനി ആരും തട്ടരുത് കേട്ടോ. തട്ടിക്കഴിഞ്ഞാൽ തീർന്നു. ഞങ്ങൾ സാധനം മേടിക്കാൻ വരട്ടെ കേട്ടോ. സാധനം മേടിക്കാൻ വരുമ്പോൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് കാണാവോ? ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാവേ. കച്ചവടക്കാരൻ നേരെ ഇരിക്കാൻ. കച്ചവടത്തിന്റെ ആള് വരണമെങ്കിൽ വിളിക്കണം, എങ്കിലേ ആള് വരുള്ളൂ. ഞങ്ങൾ ഇവിടെ ദൂരെ സൈഡിലോട്ടേക്ക്. 50 രൂപ. ഇതിന് 50 രൂപ. ഇതിന് 70. ഈ പേര് 5 രൂപ. 5 രൂപ. 5 രൂപ. ചേട്ടാ, എനിക്കും വേണമായിരുന്നു ചേട്ടാ കുറച്ച് സാധനങ്ങള്. ചേട്ടന് വലിയ അറിയത്തില്ല ചേട്ടാ. ഇവൻ പറയുന്ന പോലെ കറക്റ്റാണോ എന്നൊക്കെ നോക്കണ്ടേ ചേട്ടാ? 10 രൂപയില്ലേ ഗൈസ്? 8 രൂപയുള്ളൂ. 8 രൂപ കൊടുത്ത് 12 രൂപ. 12 രൂപ. 12 രൂപ. ഒത്തിരി ഫോർമാലിറ്റി ആക്കണ്ട, മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. രൂപ. ഓക്കെ ചേട്ടാ, എനിക്ക് കുറച്ച് സാധനം വേണമായിരുന്നു ചേട്ടാ. 2 രൂപ. വെറും അൻപാണല്ലോ.
ഞാൻ പറയട്ടെ ചേട്ടാ. ഈ ലിപ് ബാമിന് ബാക്ക് തന്നെ കാണിച്ചോണ്ട് ഇത് 4 രൂപയുള്ള ചേട്ടാ. ഓക്കെ, താങ്ക് യു. ഇതൊരെണ്ണം വേണേ, ഇതിവിടെ വെക്കട്ടെ. എനിക്ക് വേറെ ഇതിന് എത്ര ചേട്ടാ? ഇതിന് പൊട്ടിന് എത്ര ചേട്ടാ? എത്ര രൂപ ചേട്ടാ? 60. ഓ, അതിന് 60 രൂപയാണോ? ഒരു പേരയ്ക്ക് 50 രൂപ. ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ ചേട്ടാ. ചേട്ടന്റെ കടയിലെ സാധനങ്ങളൊക്കെ ഭയങ്കര, ഇതിന് 50 രൂപയാണ്. ഭയങ്കര കോസ്റ്റ്ലി ആണ്. ചേട്ടന് മാറിപ്പോയതാ കേട്ടാ. ഓക്കെ ചേട്ടാ, മാറിക്ക്. ചേട്ടൻ പൊട്ടിന് എത്ര രൂപയാന്ന് പറഞ്ഞില്ല. എന്റെ പൊട്ട എവിടെ? പൊട്ടിന് എത്ര രൂപ ചേട്ടാ? ഓ, 60 രൂപ. 6 രൂപ. ഇതിന് 6 രൂപയും 4 രൂപയും 60 രൂപയും. എനിക്ക് അതൊരെണ്ണം വേണമായിരുന്നു ചേട്ടാ. അത് 60 രൂപ ഇച്ചിരി കൂടുതലല്ലേ ചേട്ടാ? ഒരാൾ ഒരു സമയം കേട്ടോ. ഞാൻ മേടിക്കട്ടെ. 4 ഉള്ളോ? ചേട്ടൻ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ 4 4 8 രൂപയായേ. ഇത് 8 രൂപയായേ. തൽക്കാലം ഇവിടെ വെക്കുന്നുണ്ട് ഞാന്. 8 രൂപയല്ലേ ചേട്ടാ? ഓക്കെ, 8 രൂപ. അപ്പൊ പിന്നെ ചേട്ടാ, പിന്നെ ഈ ക്ലിപ്പിന് എത്ര ചേട്ടാ? ഇറുക്കി ഇങ്ങനെ വെക്കുന്നത് ഇറുക്കിക്ക് എത്ര രൂപ? 5 രൂപയാണോ? ഇത് കച്ചവടക്കാരനെ കാണുന്നില്ല ഗൈസ്. കച്ചവടക്കാരനെ കാണുന്നോടുന്നു കേട്ടെ. പാവം കച്ചവടക്കാരൻ കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്യട്ടെ. ഓക്കെ, 5 രൂപയാണോ ചേട്ടാ? 5 രൂപ. തനി വഴിയാറ് കച്ചവടക്കാരൻ തന്നെ. പിന്നെ അറിയാതെ അപ്പു എന്നൊക്കെ വിളിക്കാൻ വരുന്നു. കച്ചവടക്കാരന്റെ പേരെന്നെ അപ്പു എന്നാണോ? പിന്നെ എന്നാ? സാമ്പു ചേട്ടാ. പിന്നെ ഈ ചീപ്പിന് എന്താ ചേട്ടാ വില? എൻ്റെ മക്കളുണ്ടായിരുന്നേ, 2 പേരുണ്ട് എനിക്ക്, ആൺപിള്ളേരെ. അപ്പൊ അവർക്ക് ചീവാൻ ഇത് നല്ലതല്ലേ? ചേട്ടൻ ഒന്ന് ഇരിക്കാവോ? പൈസ പറഞ്ഞില്ലേ ചേട്ടാ? പൈസയാ? ആ, ചേട്ടന്റെ പേരെന്താ? ചേട്ടൻ കുറെ നേരമല്ലേ കട വന്നിട്ട്? മോള് 50 രൂപ. ഇതിനൊക്കെ 50 രൂപ അല്ലേ? ഇത് കടയിൽ 15 രൂപ കണ്ടേ ഉള്ളൂ ചേട്ടാ. ചേട്ടൻ ഭയങ്കര കഴുത്തറപ്പലാട്ടോ. ആയിക്കോട്ടെ, ചേട്ടന് ടോയ്ലറ്റിൽ പോണോ? ചേട്ടൻ അവിടെ പോവാ. എന്തോ സാധനം പർച്ചേസ് ചെയ്യാൻ പോയതാണ്. എന്താണ് വേറെ എന്തൊക്കെയോ സാധനം ബുക്കിക്കൊണ്ട് വരുന്നുണ്ട്. അയ്യോ, നോ നോ നോ, അത് വെക്കരുത്. ക്രിസ്റ്റീന്റെ പ്രശ്നം. അവിടെ കൊണ്ടേ വെക്ക. അതും വെക്കരുത്. അവിടെ വെക്ക. കച്ചവടക്കാരാ പ്ലീസ്, വീഡിയോയിൽ പറ്റില്ല. അവിടെ കൊണ്ടേ വെക്ക. മോനെ സത്യമായിട്ട് പൊക്കി കാണിക്കരുത്. കൊണ്ടുവെക്ക. എന്താ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലോ? ഇങ്ങോട്ട് വാ. കച്ചവടക്കാരൻ ഇവിടെ ഇരിക്കുക. ഇടയ്ക്ക് പർച്ചേസിങ്ങിന് പോവാതെ. ഇതിവിടെ വെക്ക കേട്ടോ. അയ്യോ ഇല്ല, ഇത് ഞാൻ എടുത്തു ചേട്ടാ. ഇതിന് കടയിൽ ശരിക്കും 15 രൂപയുള്ളൂ. എനിക്ക് എത്ര രൂപ കുറച്ച് തരും? കച്ചവടക്കാരനെ കാണുന്നില്ല, ഇവിടെ വന്നിരിക്കേ. ഇടയ്ക്കിടയ്ക്ക് നോക്കണം കച്ചവടക്കാരൻ അവിടെ ഉണ്ടോന്ന് അറിയാൻ. ഇത് എന്തൊരു കഷ്ടപ്പാടാ ഇത്. ഇതിന് എത്രയായിരുന്നു ചേട്ടാ? ഇതിന് കടയിൽ 15 രൂപയുള്ളൂ. 15 രൂപ. ഇന്നലെ ഞാൻ കടയിൽ കണ്ട സാധനം ഇത് 15 രൂപയ്ക്ക്. ഈ കടയല്ല, പക്ഷെ ചേട്ടാ ഇതിന് 15 രൂപയുള്ളൂ. ചേട്ടൻ ഇങ്ങനെ 60 രൂപ എന്നൊക്കെ പറയുമ്പോ എത്ര രൂപ? ഇരട്ടിനേക്കാളും കൂടുതലായി പോയില്ലേ? അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുത്.
എന്റെ പാവ പിള്ളേർക്ക് തലമുടി ചെയ്യാൻ ഒരു ചീപ്പ് ഞാൻ മേടിച്ചു കൊടുത്തില്ലല്ലോ. ഓ 60 നേരെ 5 കുറച്ചോ? ചേട്ടാ ഞാനൊരു 10 രൂപ തരാം. 10 മതിയോ? എന്ത് പാവം കച്ചവടക്കാരനാന്ന് പറയാ. 60 എനിക്ക് നേരെ 5 രൂപ ഞാൻ 10 കൊടുക്കും കേട്ടോ. എന്റെ ദൈവമേ, കച്ചവടക്കാരനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കച്ചവടക്കാരനെ കൊടുക്കുന്നുണ്ടോ? ഇല്ലേ, കൊടുക്കുന്നില്ല ഗൈസ്, അല്ലേ മേടിച്ചേക്കാരും. പിന്നെ ഈ കണ്ണാടിക്ക് എത്ര രൂപയാട്ടെ? ഈ കണ്ണാടിക്ക് ഈ കണ്ണ വെക്കുന്നതല്ലേ, ഇങ്ങനെ കണ്ണ വെക്കുന്നതല്ലേ? എനിക്ക് പാവം കണ്ണ് കാണാൻ, എനിക്ക് കണ്ണ് കാണാൻ ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ. ഇതുണ്ട്, എനിക്ക് കൊള്ളാവോ ചേട്ടാ? ഇനി എത്ര രൂപയാന്ന് നോക്കി. 50,000 ചേട്ടാ. കുറച്ച് സാധനം ഞാൻ എടുത്തോ, ഓൾറെഡി ഇവിടെ ഉണ്ട്. നോക്കാം, നമുക്ക് കണക്ക് കൂട്ടാവേ. അതിന് 50 രൂപയാ. എൻ്റെ അടുത്ത് ഉണ്ടോ നോക്കട്ടെ ചേട്ടാ. 50 രൂപ. 50 രൂപ അല്ലാതെ കൂട്ടുമ്പോൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇതിന് എത്ര രൂപ ചേട്ടാ? ഇതിന് ഈ എയർപോർട്ടിന് എത്ര രൂപ? ഇത് 30. എന്നാ കണ്ണാടി കേട്ടാ, ഇത് മതി. എയർപോർട്ട് എടുക്കുന്നേ. പിന്നെ ചേട്ടാ, ഈ ചേട്ടന് കടയുടെ സാധനം നശിപ്പിച്ചാണല്ലോ ചേട്ടൻ വൈലന്റ് ആവും കേട്ടോ. ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വന്നേ. ഇയാൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇടയ്ക്കൂടെ മേടിക്കും. ഞാൻ കുറെ നേരം മേടിക്കും. ഞാൻ ഒരു സാധനം കൂടെ മേടിച്ചോട്ടെ ചേട്ടാ. ഈ ലിപ്സ്റ്റിക് കൊണ്ട്, പക്ഷെ ആ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ. ഇത് തന്നെ ചേട്ടാ ഇങ്ങനത്തെ ഒരു കളറ്. ഇതിനുള്ളില് വേണ്ട, ഈ ലിപ്സ്റ്റിക് വേണ്ട ചേട്ടാ. വേറെ ഉണ്ടോ? വേണ്ട, തൽക്കാലം ഇത് വേണ്ട. ഇതിന് എത്ര ചേട്ടാ? ഈ നെയിൽ പോളിഷിന് എത്രയാ? 7 രൂപ. എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ പൈസ എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ കുറച്ച് സാധനം ഞാൻ തിരിച്ചു തരാവേ. ഇപ്പൊ കുറച്ചധികം സാധനം ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത സാധനമാണ് ഗൈസ്. ഒരു എമർജൻസി ആയിട്ട് സാധനം മേടിക്കാൻ വന്നു ആള്. വേഗം മേടിച്ചോ ചേട്ടൻ, വേഗം മേടിച്ചോ. മേടിച്ചോ ചേട്ടൻ മേടിച്ചോ. ഞാൻ മാറി എടുക്കട്ടെ. ഓ, നിന്റെ അടുത്ത് ഒത്തിരി പൈസ ഉണ്ടല്ലോ. ഇവൻ ഭയങ്കര റിച്ച് ആണ് ഗൈസ്. നിന്റെ അടുത്ത് എത്ര രൂപയുടെ മൊത്തം? 20, 50, 70. 20, 50, 70. 75, 575. കണ്ടോ ഗൈസ്, സോ റിച്ച്. റിച്ച് മാൻ ഫ്രം കേരള. 2000 രൂപ ഉണ്ട്. ഓ, കടക്കാരനാണ് ഏറ്റവും റിച്ച്. കടക്കാരൻ ഇങ്ങനെ കച്ചവടം ചെയ്ത് ഒത്തിരി പൈസ ഉണ്ട് ഗൈസ്. കച്ചവടക്കാരൻ്റെ അടുത്ത് എത്ര രൂപയുണ്ട് പറഞ്ഞേ, കൂട്ടി പറഞ്ഞേ. പെട്ട് ഗൈസ്, കച്ചവടക്കാരന്റെ മുഖം ഒന്ന് സൂം ചെയ്ത്. 2210. കച്ചവടക്കാരൻ കച്ചവടം ചെയ്യാൻ പഠിക്കുന്നത് എത്രയാണത്? 2210 രൂപ. കച്ചവടക്കാരനും അറിയാം. അപ്പൊ പിന്നെ ഞങ്ങള് മേടിച്ച സാധനങ്ങള് എൻ്റെ അടുത്ത് ഏതൊരു തുട്ടുണ്ട്. 10 രൂപ ഉണ്ട് കേട്ടോ ഗൈസ്. അല്ല, എൻ്റെ അടുത്ത് എൻ്റെ പൈസ. ഇനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് കണക്ക് കൂട്ടി പറഞ്ഞേ. ഈ സാധനത്തിന്റെ ഒക്കെ വില ഞാൻ അങ്ങോട്ട് തരാം. നേരെ ഇരുന്നോ. 5-10 തരാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 10 എടുത്തോ ചീപ്പിന്. അപ്പം ഇപ്പുറത്തേക്ക് വെച്ചോ, അല്ലെങ്കിൽ പിന്നെ മാറിപ്പോയെങ്കിലോ. ഇത് കണക്ക് കൂട്ടണേ. കാണുന്ന പോലെ വെക്ക്. അതിന് 10. ഇതിന് എത്രയായിരുന്നു പറഞ്ഞേ? 4. ഇതിന് എത്രയായിരുന്നു പറഞ്ഞേ? 5. 14, 5 പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. കടക്കാരനാണോ കൂട്ടി പറയേണ്ടത്. 14, 5 14 പിന്നെ 5 രൂപയും. 19. ഓ, കടക്കാരൻ ഭയങ്കര കണക്കാണ് ഗൈസ്. 19 അല്ലേ? പിന്നെ ഉള്ളത് ഒരു പൊട്ടെടുത്തായിരുന്നു. പൊട്ടിന് എത്രയാ പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. 5. 19, 5
നീ മിണ്ടണ്ട കേട്ടോ. ഈ ഈ കടയിൽ വന്നിരിക്കുന്ന ചേട്ടൻ എല്ലാം പറഞ്ഞു കൊടുക്കാൻ മതി. അത് ശരിയാകുമല്ല. കണക്കാരൻ കണക്ക് കൂട്ടട്ടെ. 19.5. എല്ലാവരും ഈ കടക്കാരന്റെ അടുത്ത് വൈകുന്നേരം കേട്ടോ. ഈ ചത്തിക്കടാ 20, 21, 24. ആ 19.5, 24. 24 ഇതിന് എത്രയായിരുന്നു പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? 6ആയിരുന്നോ? 20. 30 രൂപയായി കേട്ടോ. ടോട്ടൽ ഇപ്പൊ എല്ലാം കടക്കാരന്റെ തല കാണത്തില്ല കടക്കാര. 30. ഇതിന് എത്രയായിരുന്നു ഈ നെയിൽ പോളിഷിന്? അതിന്റെ വില ഒന്നും നോക്കിയില്ലല്ലോ. അവിടെ ഉണ്ടോ രൂപ? 30. 37. അപ്പൊ എത്ര രൂപയായി ചേട്ടാ മൊത്തം? അത് അവൻ പൈസ തരും. ഞാൻ ചുമ്മാ കള്ളത്തരം പറയുന്നത് കടക്കാരെ തന്നാണോ? ഞാൻ വിചാരിച്ചു ഈ പാവം പിടിച്ച ചേട്ടനെ ഇവൻ പറ്റിക്കുവാന്ന് വിചാരിച്ചു. നേരെ ഇരിക്കാമോ കടക്കാരാ? മൊത്തം 37 രൂപ ഞാൻ തരാം. ബാക്കി തരണേ. 37 രൂപയ്ക്ക് എൻ്റെ അടുത്ത് 100 രൂപയാണ് ഗൈസ് ഉള്ളത്. ഞാൻ 100 രൂപ കൊടുത്തു. മുഴുവൻ പെറുക്കി തരുവാണ് ഗൈസ്. ചേട്ടന് കവർ കൊടുക്കാം. അല്ല എൻ്റെ അടുത്തൊരു കുട്ടി കവർ ഉണ്ടായിരുന്നു. പാവൻ ചേട്ടൻ കടക്കാരൊന്നും പാല് വെച്ചില്ല. കവറിലിട്ട് മാറി. ഇത്രയും സാധനം വേണ്ട. ഒരെണ്ണത്തിലെല്ലാം കൂടി ഇട്ടാൽ 2 സാധനം. ഒരു പൊട്ട്. പിന്നെ പിന്നെ ഈ ക്ലിപ്പ് വാങ്ങിച്ചല്ലേ? വാങ്ങിച്ചല്ലോ. ഇത് അപ്പൊ ടോട്ടൽ എത്ര രൂപയായിരുന്നു? 37. മറന്നു വേണം. എന്നാ 100 രൂപ തന്നു. ബാക്കി പൈസ ബാക്കി എത്ര രൂപ എനിക്ക് തരണം? 100 രൂപ എന്നിട്ട് 37 രൂപ എടുത്തിട്ട് ബാക്കി 200 രൂപയാണോ? ഈ കടക്കാരനെ കൊണ്ട് തോറ്റ്. അപ്പട്ടാ സോറി ചേട്ടാ, അതായത് 100 രൂപ ഞാൻ തന്നു. 37 രൂപ കടക്കാരൻ എടുക്കണം. അപ്പൊ 100-ന് 37 കുറച്ചാൽ ബാക്കിയുള്ള പൈസ. 40 രൂപ എങ്കിൽ 40 രൂപ എടുത്തോ ചേട്ടൻ. 3 രൂപ ചേട്ടന് ഞാൻ തന്നു. ചേട്ടൻ എനിക്ക് കുറെ വില കുറച്ച് തന്നതല്ലേ. 40 രൂപ എടുത്താൽ ബാക്കി എത്ര രൂപ തരണം? 100-ന് 40 പോയാൽ ബാക്കി എത്രയാ? 100 100 100-ന് 40 പോയി. ബാക്കി എത്രയാ ഉള്ളത്? 60. ഓ കടക്കാരൻ അങ്ങോട്ട് പോയേ. എനിക്ക് 60 രൂപ ബാക്കി ഇരിക്കുന്ന 60. എങ്ങനെയെങ്കിലും എനിക്ക് 60 തരണം. എന്നാലും ഞാൻ പോയി പറയുന്നത്. ഇത് ഭയങ്കര പ്രശ്നക്കാരനാണ് കേട്ടോ. ഈ കടയിൽ നിർത്താൻ കൊള്ളുകയല്ലേ ഈ ചേട്ടനെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. കണ്ട സാധനം എല്ലാം കിള്ളിക്കൊണ്ടിരിക്കുന്നത്. 10 രൂപ കിട്ടി. ബാക്കി എനിക്ക് ഇനി എത്ര കിട്ടേണ്ടത്? എനിക്ക് ഭയങ്കര ലാഭമാണ് ഗൈസ്. ചേട്ടൻ്റെ അടുത്ത് ബാക്കി തരാൻ പൈസ ഇല്ല. അതുകൊണ്ട് ചേട്ടൻ എനിക്ക് 10 തന്നു. നിങ്ങൾക്ക് കാണാവോ? 200 തന്നു. ഞാൻ 100 രൂപയാണ് കൊടുത്തത്. എനിക്ക് സാധനവും കിട്ടി. ഞാൻ പോവാട്ടോ. താങ്ക് യു ചേട്ടാ. ചേട്ടൻ ഭയങ്കര പൈസ ഉണ്ടാക്കും എന്തോ ഇവിടുന്ന്. എങ്കിൽ ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറയട്ടെ. ഇത് തന്നല്ലേ 200 രൂപ ചേട്ടൻ വെച്ചു. എനിക്ക് 10 രൂപ മതി ബാക്കി കേട്ടോ. സോ സ്വീറ്റ് ചേട്ടൻ. എനിക്ക് ചേട്ടന് ഇഷ്ടപ്പെട്ടു കേട്ടോ. കച്ചവടമൊക്കെ കഴിയുമ്പോൾ വീട്ടിലേക്ക് വരണേ. ഓക്കെ എന്നാ ഞാൻ പോവാണ്. ഇതിനെത്രയാ? 3 അല്ല
23 അല്ല 23 23 രൂപ. 23 രൂപ വേണ്ട. ഈ സ്കെയിൽ മോളെ ഇങ്ങോട്ട് വന്നേ. അഞ്ച് രൂപ അടുത്തോ. ചേട്ടാ എന്താ മോൻ്റെ കാല് മുറിഞ്ഞിരിക്കുക ചേട്ടാ. ഒരു രൂപയാണ് ചേട്ടാ, ഒരു രൂപയുള്ള ചേട്ടാ. ചേട്ടാ ഈ കുക്കീസ് എത്രയാ? കുക്കീസാ ബട്ടർ കുക്കീസ്, ബട്ടർ കുക്കീസാ. 8 രൂപ. 8 രൂപ. അല്ല 21 രൂപ. 20 ചേട്ടാ ഇവിടെ 20 രൂപ. ഇവിടെ ഇറേസറും കൂടി ഉണ്ടേ. ഈ ഇറേസർ നോക്കട്ടെ. ഇറേസറിന് 5 രൂപ. 5 രൂപയോ? 5 രൂപയോ? 15 രൂപ. 15 15 15 15 രൂപ. ചേട്ടാ കച്ചവടക്കാരൻ ചേട്ടാ ഇങ്ങോട്ടിരിക്കും ചേട്ടാ. പ്ലീസ് ചേട്ടാ. ചേട്ടാ 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 എൻ്റെ കൊച്ചിൻ്റെ പേര് നീക്കച്ചു ചേട്ടാ. ഇതെത്ര? അതിനൊരു കൂടുതൽ പൈസ ആവും. എത്രയാ? 60. 60 വേണ്ട. ഇതിന് എത്രയാ ചേട്ടാ? 5 രൂപ. പുതിയിടാൻ വേണ്ടി സാധനം ഉണ്ടേ. പുതിയിടാൻ എത്ര? 50 രൂപ. 50 രൂപ. 50 രൂപ. 50 രൂപ. ബാക്കി രൂപ ബാക്കിതാ. 50 രൂപ ബാക്കിതാ. മോനെ എന്താ വേണ്ടേ? 50 ബാക്കിതാ. അതല്ല ലാസ്റ്റ് ഇനി എന്താ വേണ്ടതെന്ന് പറ. ഇത് എത്ര ചേട്ടാ? ഡിമാർട്ടിന്നുണ്ടല്ലോ ഇതെല്ലാം. ആന്ധ്രാപ്രദേശിലെ വണ്ടിയുടെ കയറ്റി വെക്കുന്നുണ്ടോ? 21 രൂപ. ചേട്ടാ ബാക്കിതാ. അതിന്റെ 50 രൂപയുടെ ബാക്കിയാ. ബാക്കിതാ. ഇതിന്റെ 50 എടുത്തോളാം. 50 അല്ല ചേട്ടാ. 70 രൂപ ഉണ്ടായിരുന്നു. 70 രൂപ ബാക്കിയാണോ ചേട്ടാ? നീ വാങ്ങിച്ചാൽ മതി. അവിടെ ഒരു കുട്ടി വെയിറ്റ് ചെയ്തിരിക്കുക. മാറ ചേട്ടാ ഇതിനെത്രയാ? രണ്ടുപേരും മതി കട മുഴുവൻ കാലിയാക്കും തോന്നുന്നല്ലോ. ഞാൻ പൈസക്കാരല്ല. 650 രൂപയുടെ 33. എന്താ കുട്ടി വെയിറ്റ് ചെയ്തിരിക്കണോ? എന്നിട്ട് ഞാനിവിടെ കുറച്ച് മുമ്പേ വെയിറ്റ് ചെയ്തപ്പോ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. അത് ഇച്ചിരി നേരം എടുത്തോളൂ കുട്ടി ഇത്തിരി വാങ്ങിക്കാൻ. കൊറേ നേരമായി. മാറ. ഈ കടക്കാരൻ ഭയങ്കര ദുഷ്ടനാണ്. ഇവൻ കടക്കാരൻ വെളുത്ത കടക്കാരൻ. ഈ നമുക്ക് കച്ചവടം കുറച്ച് കഴിഞ്ഞ് പിന്നെ ആരംഭിക്കാം. ബ്രേക്ക് എടുത്താലോ? ഇവിടുത്തെ കടക്കാരനാണ് ഗൈസ്.
ആന്ധ്രാപ്രദേശിലെ സാധനം കൊണ്ടുവന്ന പൈസ പൈസ കൊണ്ടുവന്നില്ല എടുക്കട്ടെ. പൈസ ഉണ്ട് ചേട്ടാ, പൈസ ഉണ്ട്, ഇച്ചിരി പൈസ ഉള്ളൂ. പിന്നെ ഉണ്ടോ ചേട്ടാ, ചേട്ടൻ മടുത്ത, ചേട്ടന് വെള്ളം വേണോ കുടിക്കാൻ? കുറച്ച് വെള്ളം വേണം തരാം. അത് എത്ര രൂപയാടാ? സോറി ചേട്ടാ, എത്ര രൂപയത്? പറ. 2000. പൊളി. എന്നിട്ട് 200. 2000. എന്നിട്ട് 20. രൂപ ബാക്കിയാണെന്ന് പറഞ്ഞിട്ട് 50 രൂപ തന്നു വെച്ചേട്ടോ. ഭയങ്കര കള്ളത്തരവാ. പിന്നെയുണ്ടല്ലോ ചേട്ടാ ഈ തോക്കിനത്ര ചേട്ടാ, ചേട്ടാ ഈ മുണ്ടില്ല. ചേട്ടാ ഈ തോക്ക് ഞാൻ എടുക്കുവാണേ, എന്റെ കൊച്ചിന് കൊടുക്കാനാണ്. മോനുണ്ട്. 5 രൂപ ഓൾറെഡി ഞാൻ എടുത്തു. എനിക്ക് ഇത് മതി ചേട്ടാ. ചേട്ടന് രാത്രി ആയല്ലോ, ചേട്ടൻ എനിക്ക് കട അടച്ചിട്ട് വീട്ടിൽ പോക്കോ, നമുക്ക് എല്ലാവർക്കും ഡാറ്റ കൊടുക്കാം. ഞങ്ങൾ കുറെ കച്ചവടം ചെയ്ത് കഴിച്ചു, ഞങ്ങളുടെ അടുത്ത് കുറച്ച് ഇനി നാളെ ഉള്ളൂ ഗൈസ് കച്ചവടം. ഇന്നത്തെ കച്ചവടം തീർന്നു ഗൈസ്. ടാറ്റാ. ഞങ്ങൾ കുറെ നേരം കൂടെ കളിക്കട്ടെ ഗൈസ്. ടാറ്റാ ബൈ ബൈ. നിങ്ങൾ വീട്ടിൽ പോക്കോ. ബൈ. എന്നാ ഓക്കെ ഓക്കെ. നീ എന്നാ പറയാനുള്ളത് നിനക്ക്? സോറി.